ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം 5.5 സെൻറ്റ് ഭൂമിയിൽ നിർമ്മിക്കാൻ പറ്റുന്ന 2055 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 4 കെട്ട് വീടിൻ്റെ പ്ലാനിങ്ങും അതുപോലെ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു 4 കെട്ട് വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് പഴയ 4 കെട്ടിനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നുള്ളൂ. അതുപോലെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ കോർട്ട്യാർഡിൻ്റെ പ്ലേസ്മെൻറ്റ്, ബാക്കിയുള്ള ഫർണിച്ചേഴ്സ്, ഒരു 4 കെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ച് തീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ബാക്കി എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്കൊരു ഇൻറ്റീരിയറിൽ ചെയ്യാൻ പറ്റുന്നത്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോനകത്ത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് രാഹുൽ. വെൽക്കം ടു ദി ഡ്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പോൾ നമ്മൾ ഈ 4 കെട്ട് വീടിൻ്റെ പ്ലാനിങ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ പ്ലാനിങ് വരുന്നത്. കയറി വരുന്ന ഈ ഒരു പോർഷനിൽ ഒരു സെൻട്രലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് സ്പേസ് പോലെയാണ് നമ്മൾ ഈ ഒരു 4 കെട്ടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ 400 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 245 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന ഈ ഒരു ഏരിയ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടുന്ന് 2 സൈഡിലായിട്ടും ഒരു 4 സീറ്റർ അല്ലെങ്കിൽ 5 സീറ്റർ സോഫ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 540 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 360 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടാണ് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രൽ കോർട്ട്യാർഡ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. 300 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 220 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ടുള്ള ഈ ഒരു കോർട്ട്യാർഡിന് ചുറ്റും നമ്മൾ ഏകദേശം 140 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഒരു പാസേജ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പാസേജ് സ്പേസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇടത് ഭാഗത്തുള്ള ഈ ഒരു സ്പേസിൽ 350 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിൽ ഒരു ഫാമിലി സീറ്റിംഗ് സ്പേസ്, ഫാമിലി ലിവിങ് സ്പേസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഗ്ലാസ് ഡോറാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ, കാരണം കോർട്ട്യാർഡിനകത്തേക്ക് വരുന്ന കാറ്റ്, അതുപോലെ ഇതൊരു ക്രോസ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റും ഒക്കെ വരാനുള്ള ഒരു സെറ്റപ്പായിട്ട് നമുക്ക് ഈ ഫാമിലി ലിവിങ്ങിനെ ആ ഒരു രീതിയിലുള്ള സ്പേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത കോർണറിലേക്ക് വരുന്ന, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ പ്ലസ് ഒരു 1 സൈഡ് കൗണ്ടർ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ, ഒരു ഫ്രിഡ്ജ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ പ്ലസ് ഡൈനിങ് 540 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 330 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് നമ്മൾ കോർട്ട്യാർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ സ്പേസ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിലിരിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അത്യാവശ്യം പ്രൈവസിയും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് വാഷ് ബേസിനും അതുപോലെ ഈ ഒരു കോമൺ ടോയ്ലറ്റും നമ്മുടെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു കോമൺ ടോയ്ലറ്റായിട്ട് എല്ലാ സൈഡിൽ നിന്നും, ഫാമിലി ലിവിങ്ങിൽ നിന്നാണെന്നുണ്ടെങ്കിലും കിച്ചൺ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ ബെഡ്റൂം സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 150 സെൻറ്റിമീറ്റർ നീളത്തിലും 160 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ബെഡ്റൂം സ്പേസിനകത്തോട്ട് വരുന്ന സമയത്ത് 400 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 360 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് ഈ ഒരു ബെഡ്റൂമിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെ ആയിട്ടാണ് ഈ ഒരു റൂം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും സെയിം സൈസിൽ വരുന്ന 400 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 360 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് അറ്റാച്ച്ഡ് ആയിട്ട് 260 സെൻറ്റിമീറ്റർ നീളത്തിലും 160 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും വരുന്ന ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്പേസ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫാമിലി ലിവിങ്ങും കഴിഞ്ഞ് അടുത്ത ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 380 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ 420 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു നിഷ് പോലെ വരുന്ന ഈ ഒരു സ്പേസിൽ നമുക്കൊരു ടേബിൾ, ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ടേബിളോ ഡ്രസ്സിംഗ് ടേബിളോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു നിഷിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.
ടോയ്ലറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ 260 സെൻറ്റിമീറ്റർ ലെങ്ത്തും വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസും നമ്മൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം വരുന്നത് 330 സെൻറ്റിമീറ്റർ നീളത്തിലും 420 സെൻറ്റിമീറ്റർ വീതിയിലുമാണ്. അതുപോലെ സെയിം രീതിയിൽ തന്നെയാണ് ഒരു ഡിസൈൻ ലാംഗ്വേജ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള നിഷ് പോലെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് 150 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും അതുപോലെ 260 സെൻറ്റിമീറ്റർ നീളവും വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസും നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നതാണ് വർക്കിംഗ് കിച്ചൺ. 290 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ 300 സെൻറ്റിമീറ്റർ നീളത്തിലുമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ സ്പേസിനെ നമ്മൾ ഡിസൈനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് കിച്ചൺ കൗണ്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ ഓവർഹെഡ് ക്യാബിനറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്ററിൽ കൂടിയുള്ള ഈ ഒരു പാസേജ് വഴി നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാം. അടുക്കള തോട്ടത്തിലേക്കും കാര്യങ്ങളിലേക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്സ് വഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വരുന്ന ചെടികളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ വേണ്ടിയിട്ട് അതുപോലെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാന്റർ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ ഡിസൈൻ കൺസിഡറേഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എലിവേഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ മുന്നേ കണ്ട് ശീലിച്ചിട്ടുള്ള 4 കെട്ട് വീടുകളുടെയൊക്കെ പോലെ തന്നെയുള്ള സെയിം ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. സെൻറ്ററിൽ വരുന്ന ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസിൻ്റെ മുകളിലല്ല 2 സൈഡിലായിട്ടും 2 പില്ലേഴ്സ് നമ്മുടെ ചെട്ടിനാട് സ്റ്റൈൽ വുഡൻ പില്ലേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ വുഡിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പില്ലേഴ്സിൽ നമുക്ക് വുഡൻ ഫിനിഷിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയും ഫോളോ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു സ്പേസ് വരുന്നത്. ഓവറോൾ ഒരു സിമെട്രിക് ഫോമിലേക്കാണ് നമ്മുടെ ഇതിൻ്റെ എലിവേഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 2 ബെഡ്റൂംസിൻ്റെയും ഫ്രണ്ടിലോട്ട് വരുന്ന 4 ഷട്ടർ വിൻഡോസ്, അതുപോലെ ഫോർമൽ ലിവിങ്ങിനകത്ത് വരുന്ന 2 സിംഗിൾ ഷട്ടർ വിൻഡോസ്, പിന്നെ നമ്മുടെ വാതിലിനോടനുബന്ധിച്ചിട്ട് വരുന്ന ഓരോ സിംഗിൾ ഷട്ടർ വിൻഡോസും, ഇത്രയും കാര്യങ്ങൾ 2 സൈഡിലോട്ടും നമുക്കൊരു സിമെട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കാർ പോർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അലോൺ സ്ട്രക്ചറായിട്ട് ഈ ഒരു ഗ്യാബിൾഡ് റൂഫും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യം വീടിന് ലെങ്ത് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ബെഡ്റൂംസിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന വിൻഡോസ്, ടോയ്ലറ്റിൻ്റെ വെന്റിലേറ്റർ, കിച്ചണിനകത്ത് വരുന്ന വിൻഡോസ്, അതുപോലെ അടുക്കള ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങാനുള്ള വാതിൽ, അതുപോലെ പുറകിലുള്ള 2 ബെഡ്റൂംസിൻ്റെ 4 ഷട്ടർ വിൻഡോസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാമിലി ലിവിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്ന ഈ ഒരു സ്പേസ് ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഷട്ടറായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഷട്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. വീടിനകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യം നമ്മൾ കയറി എത്തുന്നത് ഫാമിലി ലിവിങ് സ്പേസിനകത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 സൈഡിലായിട്ടും ഓരോ സ്ക്രീന് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റാത്താൻ വെച്ചിട്ട് ഒരു ബോർഡറൊക്കെ, വുഡിൻ്റെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് 2 സ്ക്രീൻ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ എൻ്റയർ സ്പേസ് നമുക്ക് അകത്തോട്ടുള്ള ഒരു പ്രൈവസി റിട്ടേൺ ചെയ്തുകൊണ്ട് തന്നെ, എന്നാൽ അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഫോർമൽ ലിവിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാളിലായിട്ടും നമുക്കൊരു വാൾപേപ്പർ പോലെ ഒരു ഡിസൈനും പാറ്റേൺസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാഫ് വാൾ ലെങ്ത്തിൽ നമ്മളൊരു വുഡൻ പാനലിങ്ങും അതുപോലെ ഒരു ഡിസൈനും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വിൻഡോസിൻ്റെ കർട്ടൻസ് ഒരു പെൽമെറ്റും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിനകത്തോട്ട് വരുമ്പോൾ സെൻട്രലിൽ വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മളൊരു വാബിൾഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ, വാബിൾഡ് റൂഫ് പോലെയുള്ള ആ ഒരു സ്ട്രക്ചറിലേക്ക് വുഡ് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ വാൾപേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു വാൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയും നമ്മൾ ഈ ഒരു ഭാഗത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ കോർട്ട്യാർഡിലേക്കാണ് നമ്മുടെ എത്തിച്ചേരുന്നത്. ഇതിൻ്റെ റൂഫ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളൊക്കെ കാരണം ഒരുവിധം ആൾക്കാരൊക്കെ പറയണത് 4 കെട്ട് അല്ലെങ്കിൽ സെൻട്രൽ കോർട്ട്യാർഡ് കൊടുക്കുമ്പോഴുള്ള സെക്യൂരിറ്റി റീസൺസിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ ഇതുപോലൊരു ഗ്രില്ലോ കാര്യങ്ങളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി റീസൺസ് ഇല്ല, സെക്യൂരിറ്റി പ്രോബ്ലംസ് അധികം വരുന്നില്ല. അതുപോലെ നാലുകെട്ടിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലും കാര്യങ്ങളും മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള എല്ലാ ഫീലും നമുക്ക് ഈ വീടിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുകയും ചെയ്യും. സെൻട്രലായിട്ട് നമുക്കൊരു തുളസിയോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നട്ടു വളർത്താം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ പാച്ച് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചുറ്റിൽ കൂടി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് സെൻട്രൽ കോർട്ട്യാർഡ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഫാമിലി ലിവിങ് സ്പേസ് ചെയ്തിട്ടുണ്ട്, ഒരു TV യൂണിറ്റ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡിങ് ഫോൾഡിങ് വിൻഡോയിൽ കൂടി നമുക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ഓപ്പൺ ചെയ്ത് പകൽ സമയത്ത് ഓപ്പൺ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീടിനകത്ത് ഉണ്ടാവില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ, അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഷാൻലിയർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വുഡൻ പാനലിംഗ് വെച്ചിട്ടുള്ള ലാമിനേറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കൗണ്ടേഴ്സ് ആണ് നമ്മുടെ ഓപ്പൺ കിച്ചണിനകത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് ടൈലും. ഈ ഒരു ഫ്രിഡ്ജ് വരുന്നത് നമ്മൾ പാനലിംഗ് വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ സ്പേസ് ഇവിടെയാണ് വരുന്നത്. വാഷ് ബേസിൻ സ്പേസ്, അതുപോലെ ഒരു മിറർ, പിന്നെ ഒരു ഹാങ്ങിങ് വരുന്ന ഒരു ലൈറ്റ്, ഇത്രയുമാണ് വാഷ് ബേസിൻ സ്പേസിനകത്ത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ നമ്മൾ പുറത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ വാഷ് ബേസിൻ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല. 2 കളർ തീമിലാണ് ടൈലിങ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ കയറി വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഡാർക്ക് ഫിനിഷ്, ഒരു ബ്ലൂ കളർ ഫിനിഷുള്ള ഒരു ടൈല്, സെയിം ടൈല് നമ്മൾ ഫ്ലോറിങ്ങിലേക്കും കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയുള്ള 3 ഭാഗത്തും ഈ ഒരു ബേജിഷ് ടൈപ്പിലുള്ള ടൈലാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഷവർ സ്പേസ്, ടോയ്ലറ്റ് സ്പേസ്, വെസ്റ്റേൺ ടോയ്ലറ്റ്, വാൾ ഹാങ് ടോയ്ലറ്റ് ആണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിനകത്തോട്ട് കിടക്കുമ്പോൾ ബെഡ്, അതുപോലെ അതിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾസ്, വാളിലായിട്ട് 2 ലൈറ്റ്സ്, അത്രയാണ് ഈ ഒരു ബെഡ്റൂമിനകത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു വാർഡ്രോബ് സ്പേസ്, അതുപോലെ ഒരു സീറ്റിംഗ് സ്പേസ്, ഒരു ടേബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് ചെയർ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ, ഒരു മിറർ, അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മളൊരു മിറർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു ബെഡ്റൂമിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. ബെഡ്, അതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ ബെഡ് സൈഡ് ടേബിൾ, 2 സൈഡിലും ഓരോ സിംഗിൾ ഷട്ടർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുന്ന ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുമുള്ള ഒരു 4 ഷട്ടർ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു 3 ഷട്ടർ വരുന്ന ഒരു വാർഡ്രോബ് സ്പേസ്, അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന വാർഡ്രോബ് സ്പേസ്, ഒരു സ്റ്റഡി കം ഡ്രസ്സിങ് ടേബിള്, ഇത്രയും കാര്യങ്ങളാണ് ബെഡ്റൂമിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മൾ ഭയങ്കര മിനിമലായിട്ടാണ് ഈ ഒരു 3Dയിൽ കാണിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇന്റീരിയേഴ്സിനകത്ത് പല മാറ്റങ്ങളും വരും. ഇതിപ്പോൾ മിനിമലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫർണിച്ചർ പ്ലേസ്മെൻറ്റ് അതുപോലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാക്ക് ത്രൂവിനകത്ത് ഈ ഒരു ഇതിനകത്ത് നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. ടോയ്ലറ്റിനകത്തോട്ട് വരുന്ന സമയത്ത് വാഷ് ബേസിൻ, അതുപോലെ വാഷ് ബേസിൻ്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ്, ഒരു മിറർ, അതുപോലെ ഒരു WC വാൾ ഹാങ് WC, ഒരു ഷവർ സ്പേസ്. നേരത്തെ പറഞ്ഞതുപോലെ 2 തീമിലാണ് ടൈലിങ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു ഷവർ സ്പേസ് ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗത്ത്, അതുപോലെ ഫ്ലോറിലേക്ക് വരുമ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ബ്ലൂ കളർ ടൈലാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ബാക്കിയുള്ള പോർഷനിൽ ഒരു ബേജിഷ് ടൈപ്പ് ടൈലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഫോർമൽ ലിവിങ് കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഒരു പോസ്റ്റർ ബെഡ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. അതുപോലെ ബാക്കിൽ വരുന്ന സമയത്ത് ഒരു വാൾപേപ്പറാണ് ബെഡ് ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുള്ള വാൾപേപ്പറാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ 2 സൈഡിലായിട്ട് ഓരോ ലാൻറ്റേൺസ്, ബെഡ് സൈഡ് ലാമ്പ് വരുന്ന രീതിയിൽ 2 ബെഡ് സൈഡ് ക്യാബിനറ്റ് കൂടി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് സ്പേസ്, അത് ഫുൾ ഹൈറ്റ് ലോഫ്റ്റ് അടക്കം കവർ ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം. 3 ഷട്ടർ വരുന്ന ഒരു വാർഡ്രോബ് സ്പേസ്, ഈ ഒരു നിഷ് പോലെ വരുന്ന ഈ ഒരു സ്പേസിനകത്ത് ഒരു ഡ്രസ്സിങ് കം സ്റ്റഡി ടേബിൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.
ഈ ഒരു ടോയ്ലറ്റിനകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റേഷൻ നമ്മൾ ഈ ഒരു ഷവറിങ് ഏരിയനും അതുപോലെ ബാക്കിയുള്ള ഈ ഒരു വാഷ് ബേസിൻ ടോയ്ലറ്റ് ഏരിയ വരുന്ന ഇതിനെയും നമ്മളൊരു കമ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ട് ചെറിയൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു ഫ്രോസ്റ്റഡ് ടൈപ്പ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 കളർ തീമിൽ തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റും വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ബെഡ് ഹെഡിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു വാൾപേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ വാൾപേപ്പേഴ്സ് ഒക്കെ നമ്മുടെ പേഴ്സൺ സെൻട്രിക് ആണ്. ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡിസൈൻ വാക്ക് ത്രൂ എന്നുള്ള രീതിയിൽ മാത്രമായിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് സ്പേസ്, ഈ ഒരു നിഷിനകത്ത് സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്യാനുള്ള ഒരു സ്പേസ്, സെയിം ലാംഗ്വേജിൽ വരുന്ന ഈ ഒരു ടോയ്ലറ്റ് സ്പേസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ 4 ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യം. അടുത്തത് വരുന്നത് കിച്ചൺ സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വർക്കിംഗ് കിച്ചണാണ്. 2 സൈഡിലും കൗണ്ടർ വരുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ ഓവർഹെഡ് കൗണ്ടറും വരുന്ന രീതിയിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ സ്റ്റോറേജ് കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് നമ്മളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മൊസൈക്ക് ടൈപ്പ് സാധനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് നമ്മൾ വർക്കിംഗ് കിച്ചണിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ കിച്ചണിൽ കൊടുത്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 4 കെട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4 കെട്ട് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണ്, കയ്യിലൊരു പ്ലാൻ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് 3Dയിൽ വിഷ്വലൈസ് ചെയ്ത് കാണണം, ഇതുപോലെ ഇൻറ്റീരിയർ ഒരു വാക്ക് ത്രൂ ആയിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ആ പ്ലാനുകൾ മെയിൽ അയച്ചു തരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നമ്മുടെ ടൈം കൺസ്ട്രെയിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നവരെണ്ണം നമ്മളിതുപോലെ 3Dയിൽ വിഷ്വലൈസ് ചെയ്ത് വാക്ക് ത്രൂ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് പുതുതായിട്ട് വീട് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് യൂസ്ഫുള്ളായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.